ചേലകർമ്മം യൂറോളജിയിൽ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം മതപരമായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. മുസ്ലിംസ് ജ്യൂസൊക്കെ സർക്കംസിഷൻ ചെയ്യാറുണ്ട്. ബട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്ന് പ്രധാനമായിട്ട് വരുന്ന ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ തൊലി പുറകോട്ട് പോകാത്ത അവസ്ഥ. പാരാഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പുറകോട്ട് പോയ ശേഷം മുന്നോട്ട് വരാത്ത അവസ്ഥ. ബലനോപോസ്റ്റാറ്റിസ് സാധാരണഗതിയിൽ ഇത് കൂടുതൽ കണ്ടുവരുന്ന പ്രമേഹ രോഗികളിലാണ്. ആ റെക്കറന്റ് ഇൻഫെക്ഷൻ വരികയും ആ ഇൻഫെക്ഷൻ മൂത്രക്കോളിലോട്ട് കയറിയും പ്രോസ്റ്റേറ്റിനെ ബാധിച്ച പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് ആവുകയോ മൂത്രസഞ്ചിയെ ബാധിക്കുക കിഡ്നി വരെ എത്തിപ്പെടാം. അത് വളരെയധികം കോമൺ ആണ്. ഷുഗർ കൺട്രോൾ ആയിട്ടല്ലെങ്കിൽ വരുന്ന ആ സമയത്ത് ആ തൊലി നീക്കം ചെയ്യേണ്ട ആവശ്യകത വരാറുണ്ട്. സർക്കംസിഷൻ അല്ലെങ്കിൽ ചേലകർമ്മം സ്ത്രീകളിൽ വരുന്ന CA സർവിക്സിന് ഒരു പ്രൊട്ടക്ഷനാണ്. പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ CA സർവിക്സിന് ഒരു തടയാനുള്ള സാധ്യതയുണ്ട്. റെക്കറന്റ് ഇൻഫെക്ഷൻ ആൺകുട്ടികളിൽ വരുമ്പോൾ ചില സമയത്ത് ഈ സർക്കംസിഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കുറഞ്ഞു കാണാറുണ്ട്.